വെൽക്കം ബാക്ക് ടു ബ്രൈറ്റ് ഡിസൈൻസ്. ഇന്ന് ഒരു സാരി ബ്ലൗസിൻ്റെ ബാക്ക് നെക്കിൻ്റെ സ്റ്റിച്ചിങ് ആണ് കാണിക്കുന്നത്. സ്റ്റിഫ് യൂസ് ചെയ്തിട്ടാണ് ഈ നെക്ക് ഡിസൈൻ ചെയ്യുന്നത്. ബ്ലൗസ് പീസ് ഞാൻ കട്ട് ചെയ്തിട്ട് ലൈനിങ് അറ്റാച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ 8 ഇഞ്ച് ഇറക്കത്തിലാണ് നെക്ക് ഞാൻ മാർക്ക് ചെയ്യുന്നത്. നെക്കിൻ്റെ വിഡ്ത്ത് എടുക്കുന്നത് 2.5 ഇഞ്ചാണ്. ഓരോരുത്തർക്കും ഇത് വ്യത്യാസം വരും. അപ്പോൾ ഞാൻ ഇത് സ്റ്റിഫ് എടുത്തിട്ടുണ്ട്. സ്റ്റിഫിൽ എങ്ങനെയാണ് മാർക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. സ്റ്റിഫ് 2ആയിട്ട് ഫോൾഡ് ചെയ്തെടുത്ത ശേഷം 2.5 ഇഞ്ചാണ് ഞാൻ വീതി മാർക്ക് ചെയ്യുന്നത്. ഇറക്കം 8 ഇഞ്ചാണ് എടുക്കുന്നത്. അത് മാർക്ക് ചെയ്തെടുത്ത ശേഷം ഞാനിതൊരു ബോക്സായിട്ട് ഡ്രോ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നെക്കിന് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന ഷേപ്പ് ഞാൻ ഇതിനകത്താണ് ഡ്രോ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഷേപ്പ് ഞാനിവിടെ ഡ്രോ ചെയ്തെടുക്കാൻ പോവാണ്. അപ്പോൾ ഇതുപോലത്തെ ഒരു റൗണ്ട് കർവ്ഡ് ഷേപ്പാണ് ഞാനിവിടെ വരച്ചു കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിന് പുറത്തു കൂടി ഇത് കട്ട് ചെയ്തെടുക്കാനുള്ളൊരു 1 ഇഞ്ച് ഗ്യാപ്പ് കൂടി വരച്ചെടുക്കണം. ഇനി ഷേപ്പ് കട്ട് ചെയ്തെടുക്കാം. സ്റ്റിഫിൻ്റെ ഒരു സൈഡ് ഇതുപോലെ മിനുസമുള്ളതായിരിക്കും. അപ്പോൾ ഈ ഷേപ്പ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഷേപ്പാണ് നമ്മൾ നെക്കിന് കൊടുക്കുന്നത്. ഇനി ഇതൊരു പ്ലെയിൻ ക്ലോത്തിൽ ഇതുപോലെ വെച്ചിട്ട് ഒന്ന് അയൺ ചെയ്ത് പിടിപ്പിച്ചെടുക്കണം. അയൺ ചെയ്ത ശേഷം ബാക്കിയുള്ള ക്ലോത്ത് കട്ട് ചെയ്ത് മാറ്റി ഒരു 1/4 ഇഞ്ച് ക്ലോത്ത് ഉള്ളിലേക്ക് സ്റ്റിഫിനോട് ചേർത്ത് മടക്കി വെച്ച് തയ്ച്ചിരിക്കുകയാണ്. ഇനി ബ്ലൗസ് പീസ് എടുക്കാം. ബ്ലൗസ് പീസിൻ്റെ സെൻറ്ററിൽ ഇതുപോലെ ഒരു നോച്ച് മാർക്ക് കട്ടിങ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. സ്റ്റിഫ് ഒട്ടിച്ച ക്ലോത്തിൽ ഇതുപോലെ സെൻറ്ററിൽ ഒരു നോച്ച് മാർക്ക് ഇട്ട് കൊടുത്ത ശേഷം 2 കട്ടിങ്സും കൂടി ചേർത്ത് വെച്ചിട്ട് ഇതുപോലെ വെച്ച ശേഷമാണ് സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങേണ്ടത്. സ്റ്റിഫിൻ്റെ അരികെ ചേർത്ത് സ്റ്റിഫിൽ കൊള്ളാതെ വേണം ഈ ഷേപ്പിൽ കൂടി സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. തുണി തെന്നിപ്പോരാതിരിക്കാൻ വേണ്ടി ചുറ്റിനും ഇതുപോലെ ഒന്ന് പിൻ ചെയ്ത ശേഷം വേണം തയ്ക്കാനായിട്ട്. ഇപ്പം ഞാനിത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി പിന്നൊക്കെ റിമൂവ് ചെയ്ത ശേഷം നമുക്ക് സെൻറ്ററിലൊരു 1/4 ഇഞ്ച് ക്ലോത്ത് നിർത്തിയ ശേഷം ബാക്കി ഈ ഷേപ്പിൽ കൂടി കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെയാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. ഇനി ഓരോ കോർണേഴ്സിലും ഇതുപോലെ ചെറിയ ചെറിയ കട്ടിങ്സ് ഇട്ട് കൊടുക്കണം. എന്നാലേ ഇത് സ്മൂത്തായിട്ട് നമുക്ക് തിരിച്ചിടാനും അതുപോലെ തന്നെ ഷേപ്പ് കറക്റ്റായിട്ട് കിട്ടാനും പറ്റുള്ളൂ. ഇനി ഇത് ഉൾവശത്തേക്ക് മറിച്ചിട്ടെടുക്കാം. അപ്പോൾ ഇതേ നോക്കി ഇതുപോലെയാണ് ബ്ലൗസിൻ്റെ ബാക്ക് നെക്ക് വരുന്നത്. സ്റ്റിഫിൽ ചെയ്തുകൊണ്ടാണ് ഞാൻ ബാക്ക് പോർഷൻ നെക്ക് സെപ്പറേറ്റ് ആയിട്ട് ചെയ്തത്. അല്ലെങ്കിൽ ബ്ലൗസിൻ്റെ ഫ്രണ്ടും ബാക്കും നെക്ക് ഒരുമിച്ചാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. ഇനി ഫ്രണ്ട് പോർഷൻ അറ്റാച്ച് ചെയ്ത് സ്ലീവ്സൊക്കെ പിടിപ്പിക്കാനുണ്ട്. കോർണേഴ്സിലൊക്കെ ഷേപ്പ് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.